മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിന്റെ കുടുംബമാണ്. സുനീർ 29 വയസ്സായിരുന്നു. 29 വയസ്സായിരുന്നു സുനീറിന്റെ പ്രായം. ഇത്തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, നമുക്കെല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിൽ പറയപ്പെടുന്ന ആ പെൺകുട്ടി വളരെ നിർധന കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി. 18 വയസ്സ് പ്രായമാകുന്ന സമയത്താണ് ഈ 29 വയസ്സ് പ്രായമുള്ള യുവാവ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത്. ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ ഒരു ക്ലീനിങ് സ്റ്റാഫാണ് ഈ പെൺകുട്ടിയുടെ മാതാവ്, പിതാവില്ല. അതുകൊണ്ട് തന്നെ തന്റെ തുച്ഛമായ ശമ്പളവും അതോടൊപ്പം തന്നെ സ്വരൂപിച്ചു കൂട്ടിയ തുകയും എല്ലാം ഒക്കെ ചേർത്തുകൊണ്ടാണ് 12 പവൻ സ്വർണ്ണാഭരണങ്ങളോ മറ്റോ ഒക്കെ ഇട്ടാണ് കല്യാണം നടത്തുന്നത് അവരുടെ ആവശ്യപ്രകാരം. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞ് ഈ പെൺകുട്ടി ഭർത്തൃ വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ സുഖകരമായ ഒരു അവസ്ഥയായിരുന്നില്ല. ഒരുപാട് പീഡനങ്ങൾ ഈ കുട്ടിക്ക് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും സഹോദരിയിൽ നിന്നുമൊക്കെ ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ കുട്ടി അതിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ തൊട്ടടുത്തിട്ടുള്ള അവരുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനായിട്ടുള്ള മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ ആ കാലയളവിൽ ഒക്കെ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ക്രൂരത നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനുമൊക്കെ അപ്പുറത്തായിരുന്നു. ആ കുട്ടിയുടെ തല പിടിച്ച് ചുവരിലേക്ക് അടിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ കുട്ടിയുടെ തല പിടിച്ച് വാഷിംഗ് മെഷീനിലേക്ക് ഇടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം. ആ കുട്ടിയെ സംബന്ധിച്ച് 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പോലീസിൽ കൊടുത്ത മൊഴി അനുസരിച്ചായാലും മെഡിക്കൽ റെക്കോർഡ്സ് അനുസരിച്ചാലും ആ കുട്ടിയുടെ ശരീരത്തിൽ പല ഭാഗത്തും കഴുത്തിലും കണ്ണിലും അതോടൊപ്പം തന്നെ കയ്യിലും ഒക്കെയുള്ള ഉൾപ്പെടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മെഡിക്കൽ റെക്കോർഡ്സ് പ്രകാരം വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ ആ കുട്ടിക്ക് ഭർത്തൃ വീട്ടിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സാഹചര്യത്തിൽ ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പോലീസിൽ സ്വാഭാവികമായിട്ടും ഇത്രയുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ക്രൈം എടുക്കാതെ അവരൊരു എന്തെങ്കിലുമൊക്കെ ഒരു പാച്ചപ്പ്, ഒരു സെറ്റിൽമെന്റ് മാർഗമൊക്കെ പൊതുവെ നോക്കാറുണ്ട് ഫാമിലി ഡിസ്പ്യൂട്ടൊക്കെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പാച്ചപ്പുകൾ പലതവണ നടന്നുവെങ്കിലും ഇവർക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ കുട്ടിക്ക് അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ വേർപിരിയുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ആ സമയത്ത് ഈ കുട്ടി കല്യാണ സമയത്ത് കൊണ്ടുപോരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്തൃ വീട്ടിൽ നിന്നും ഈ പറഞ്ഞതുപോലെ അവരുടെ അടുത്ത് ഉപയോഗിച്ചത് അവരുടെ കയ്യിലേക്കായത് തിരികെ നൽകണമെന്നുള്ളൊരാവശ്യം സ്വാഭാവികമായിട്ടും അവർ ഉന്നയിച്ചു. ഈ 12 പവനൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക പശ്ചാത്തലമുള്ള ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലീനിങ് സ്റ്റാഫാണ് മാതാവ്, പിതാവില്ല, വളരെ ദരിദ്ര കുടുംബമാണ്. അവരെ സംബന്ധിച്ച് അതൊരു വലിയ സംഗതിയായിരുന്നു. അപ്പോൾ അത് തിരികെ കിട്ടുന്നതിന് വേണ്ടി അവർ ആവശ്യപ്പെടുകയും അത് നൽകാതിരിക്കുമ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്നും ഈ പറയുന്ന ഭർത്തൃ വീട്ടുകാരുൾപ്പെടെ വന്ന് സംസാരിക്കുകയും അവസാനം അത് ജമാഅത്തിന്റെ മുമ്പ് വെച്ച് കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ജമാഅത്തിന്റെ മുമ്പേ വെച്ചത് കൈമാറാമെന്ന് പറഞ്ഞ് അവർ വാഗ്ദാനം ചെയ്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ആ പറയുന്ന ദിവസമാണ് ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആത്മഹത്യ നമുക്കറിയാം ഒന്നിനും ഒരു പരിഹാരമല്ല, എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒന്നിനും ഒരിക്കലും ഒരു പരിഹാരമല്ല. പക്ഷേ ആത്മഹത്യക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ഈ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ മാനസികമായും ശാരീരികമായും ഒക്കെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയെ മറ്റൊരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ വ്യാപകമായ പ്രചരണം. യഥാർത്ഥത്തിൽ ഈ കുട്ടി ഭർത്തൃ വീട്ടിൽ വെച്ച് തന്നെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഈ കുട്ടി ആത്മഹത്യാ ശ്രമത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ബന്ധുക്കൾ ഇടപെട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ അവിടെ രക്ഷപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം യഥാർത്ഥത്തിലുള്ള ഇര ഈ പെൺകുട്ടി തന്നെയാണ്. കാരണം ഈ പെൺകുട്ടിക്ക് ചെറുതും വലുതും അല്ലാത്ത രീതിയിലുള്ള പീഡനങ്ങൾ അവിടെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് പല മാർഗങ്ങളിലൂടെയും ഈ കുട്ടിയുടെ മാനസിക നില തെറ്റുന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ. നാം മനസ്സിലാക്കേണ്ടത്,
ഒരു 18.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി 18-ാം വയസ്സിൽ വിവാഹമാവുകയും ഏതാണ്ട് 18.5 വയസ്സെത്തുന്നതിന് മുമ്പ് വിധവയാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയോടൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു നീതി, ഒരു മനുഷ്യാവകാശം ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ എല്ലാത്തിനും നിയമങ്ങളുണ്ട്. നിയമത്തിന്റെ വഴിയിലേക്ക് പോവുകയാണ്. നേരത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ കേസുണ്ട്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു കുട്ടിയെ ഒരു ആത്മഹത്യ മറ്റൊരു ആത്മഹത്യയിലേക്കുള്ള പ്രേരണയായി മാറ്റാതിരിക്കുവാനായിട്ട് ഉള്ള ഒരു പരിശ്രമം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ നമ്മൾ വളരെ സാമൂഹ്യപരമായി പുരോഗമനപരമായി ഒരുപാട് വാചാലമായി സംസാരിക്കുന്ന യൂട്യൂബർമാരുടെ ഭാഗത്തു നിന്നെങ്കിലുമൊക്കെ കുറച്ച് സംയമനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എവരോടൊക്കെ കാണിക്കേണ്ട ഒരു നീതി, ഒരു മരണം മറ്റൊരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്.